ആ ഒരു രീതി തന്നെ സംസ്ഥാനത്താകമാനം അവലംബിച്ചുകൂടെ എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ ഏവർക്കും ചോദിക്കാനായിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയല്ലേ? പ്രൊഫസർ ഐജിയോർ. ഇതിന്റെ നൂലാമാലകളെ കുറിച്ച് നമ്മളിങ്ങനെ അനന്തമായി ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തിപരമായി ആശ്വസിക്കുന്നത്, അടുത്ത വർഷം ഇതിന്റെ ആവർത്തനമാവണമെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ പരിഗണനയ്ക്കെടുക്കേണ്ടി വരും. കാരണം 2026 കേരളത്തിലൊരു പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വർഷത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെയൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലാന്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച കുസാറ്റ് മോഡലിലുള്ള ഒരു പരീക്ഷ കുറ്റമറ്റ രീതിയിൽ JEE മാതൃകയിൽ നീറ്റ് മാതൃകയിൽ നടത്തി ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കുക എന്നതിനപ്പുറമായി മൂല്യനിർണ്ണയത്തിൻ്റെ ആ ഒരു അന്തസ്സും അതിൻ്റെ ഒരു മാന്യതയും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നിഷ്പക്ഷമായി യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആളുകളെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പഠിത്തത്തിന് ആകർഷിക്കത്തക്ക സംവിധാനമാണ് ഈ സമയത്തിൻ്റെ ആവശ്യം. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ വർഷം പഴയ രീതി തന്നെ തുടരുകയല്ലാതെ വേറെ ഒരു പോംവഴിയുമില്ല എന്നുള്ളിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്.